ഞാനുണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ റെസിപ്പി ചോദിച്ചവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണിത്. 1.5 കിലോ ചിക്കനായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം മീഡിയം സൈസിൽ കട്ട് ചെയ്ത ചിക്കനാണ്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1-2 മണിക്കൂറിന് മാരിനേഷനായിട്ട് വെക്കാവേ. ഇനി ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു മാരിനേഷനായിട്ട് വെച്ച ചിക്കൻ ഉണ്ടല്ലോ 2 ബാച്ചായിട്ട് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റാമേ. ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് 1-2 മിനിറ്റ് 2 സൈഡും ഒന്ന് ഫ്രൈ ആകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുത്താൽ മാറ്റിയാൽ മതി കേട്ടോ. ആദ്യം ഇട്ട ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ രണ്ടാമതുമുള്ള ചിക്കനും ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിലയിടങ്ങളിൽ കടുക് ഇടാറില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിൽ കടുക് ഇടാറുണ്ട്. അതിലേക്ക് പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 ഒരു വലിയ സവാള സ്ലൈസാക്കി കട്ട് ചെയ്തത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അത്യാവശ്യം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഉള്ളി വഴറ്റിയെടുക്കണേ. ഉള്ളി വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂണ് ചിക്കൻ മസാല പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു വലിയ ടൊമാറ്റോ പേസ്റ്റ് ആക്കിയതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് ആ ഒരു ടൊമാറ്റോയിൽ നിന്നൊക്കെയാണ് വെള്ളമൊക്കെ ഇറങ്ങി ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നിടം വരെ ഒന്ന് അടച്ചു വെക്കണം. അതിനുശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കനും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇതിലേക്ക് ചിക്കൻ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു കഴിയുമ്പം ലാസ്റ്റ് കുറച്ച് പഞ്ചസാര, കുറച്ച് മല്ലിയിലയും കൂടി തൂക്കി കഴിഞ്ഞാൽ സിമ്പിൾ ചിക്കൻ കറി റെഡി. ഇതാണെങ്കിൽ നല്ല നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ ചിക്കൻ കറിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ.